അപ്പോൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഗ്രീൻ സൺറൈസ് ഹിൽസ് അതിലോട്ടാണ് ഇപ്പം നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ ഏകദേശം ആ വഴിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ ആ ദൂരെ കാണുന്ന ആ ഒരു മലയുടെ മുകളിലോട്ടാണ് നമ്മൾ പോണത്. എന്തായാലും നമുക്ക് ആ കാഴ്ച കാണാം. തൊട്ടപ്പുറം ഇപ്പുറമായിട്ടൊക്കെ നല്ല നല്ല ഫ്ലാറ്റുകളാണ്. പോണ വഴിയൊക്കെ അടിപൊളി വൈബാട്ടാ, കാണേണ്ട ഒരു കാഴ്ച തന്നെ. ഏകദേശം നമ്മൾ ഒരു 1.5 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ മലയുടെ അടുത്തോട്ടെത്തി. റോഡ് വളരെ മോശമാണ്. റോഡ് വളരെ മോശമെന്ന് വെച്ചാൽ ടാറിങ് ഒന്നുമില്ല. മൺറോഡാണ്. മഴയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ടൊന്നും വരാൻ കൂടി പറ്റത്തില്ല. കംപ്ലീറ്റ് തൊളിയായിരിക്കും. ആ കാണുന്ന മല കണ്ട അടിപൊളി സ്റ്റൈലായിട്ട്. ഈ സൈഡും ഫുള്ള് മല തന്നെ. നമ്മൾ പോണയുടെ സൈഡ് അപ്പോൾ നമ്മൾ മലയുടെ അടിവാരത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നല്ല വെയിലുണ്ട് കേട്ടോ. ഇതിന് പ്രത്യേക എൻട്രൻസ് ഒന്നും നമ്മൾ കണ്ടില്ല. ഇവിടെ ഒരു വഴിയുണ്ട്. ആ വഴി അകത്തോട്ട് കയറാം. അത് കാണാൻ നല്ല അടിപൊളി സ്ഥലം. ഇതിങ്ങനെ പൊളിച്ചിട്ടൊക്കെ ഇതുവഴി നമ്മളങ്ങ് അകത്തോട്ട് കയറുകയാണ്. എന്ത് സംഭവിക്കുന്നൊന്നും അറിയാൻ വയ്യ. ഇത് കൊള്ളാം. നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ മരങ്ങൾ എല്ലാം ഉണങ്ങി നിൽക്കുക. നല്ല തണൽ മരങ്ങളാണ്. പുളിമരമാണെന്നാണ് തോന്നുന്നത്. അതാ മല കാണുന്നു, മലയുടെ ഉച്ചാമണ്ട. കാണാനൊക്കെ അടിപൊളി തന്നെ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. വേറൊന്നും കൊണ്ടല്ല, വെയിലായാലും കുഴപ്പമില്ല. ഈ മലയൊന്നും തൽക്കാലം കയറാമെന്നുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് നമ്മൾ വന്നത്. എന്തായാലും അകത്തോട്ട് പോയി നോക്കാം. അകത്തോട്ട് എന്താണുള്ള കാഴ്ചകൾ നമുക്ക് കാണാമല്ലോ. കുറച്ച് വൈകി വന്നിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. ഈ വെയിലൊന്നും കാണത്തില്ലായിരുന്നു. അതൊക്കെ പാറ. ആ പാറയുടെ മുകളിൽ പോയി നമുക്ക് അപ്പുറം സൈഡ് കാണാൻ തോന്നുന്നത്. ഇവിടെ നിന്ന് പോയി നോക്കാം. എന്തായാലും ഇവിടെ നിന്നാൽ ദൂരെ വേറൊരു മല നമുക്ക് കാണാം. ഞാൻ കാണിച്ചു തരാം. ആ കാണുന്ന ഫ്ലാറ്റ് അങ്ങ് ദൂരെ വേറൊരു മല. ആ കാണുന്നത് വേറൊരു മലയാണ്. അടിപൊളി, കാണാനൊക്കെ നല്ല വൈബാണ്. മൊത്തം ഫ്ലാറ്റാട്ടോ. ഈ മലയുടെ അടിവാരത്തിൽ മൊത്തം ഫ്ലാറ്റാണ്. മലയുടെ മുകൾ ഭാഗമാണ്. ഇതുവഴി കയറാൻ പറ്റത്തില്ല. പാറയാണെങ്കിലും പുല്ല് വളർന്ന് കിടക്കേ. അല്ല പാമ്പ് അഴയന്തുകളൊക്കെ കാണാം. നമുക്ക് ഇവിടം വരെ പോകാൻ പറ്റും. അവിടം വരെ ഒന്ന് പോയി നോക്കാം. നേരത്തെ നമ്മൾ കണ്ട മലയാണ് കാണുന്ന മല. ഇതിനോട് ചേർന്നുള്ള ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് ഈ കാണുന്നത്. കാട് കണ്ട. വെയിലടിച്ച് മൊത്തം ഉണങ്ങിക്കിടക്കേ. ആ മല കണ്ട അടിപൊളിയല്ലേ. അങ്ങ് മൊത്തം മലകളാണ്. നമ്മൾ നടന്ന് അടുത്തോട്ട് വരുന്തോറും മൊത്തം ഭയങ്കര വ്യൂവാണ്. ഇത് മുകളിൽ ഇപ്പോൾ നടന്ന് നമ്മളിന്ന് ഒരുപാട് ഉള്ളിലോട്ട് വന്നിട്ടാ. ഇങ്ങോട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ നേരത്തെ കണ്ട മലയൊക്കെ നമ്മൾ അടുത്തെത്തി. ആ കാണുന്നതൊക്കെ കണ്ട.
അടിപൊളിയല്ലേ കാണാൻ? എങ്ങനെയുണ്ട് ആ മലയും മല അടിവാരമൊക്കെ? അതാ ഒരു ഫ്ലൈറ്റ്. അപ്പം നമ്മൾ ഏകദേശം ഈ മലയുടെ അടുത്തെത്തിയേട്ടാ. ഇതിങ്ങനെ നീണ്ടു കിടക്കുക. ആ പാത കണ്ടതോ? അതുവഴി അങ്ങനെ അങ്ങ് പോവേ. അങ്ങ് പോവേ, ആ അടുത്ത മലയിലോട്ട് പോവേ. ഏറെക്കുറേക്ക് ഇവിടം വരെ എത്തി. അപ്പോൾ ഇതുവഴിയാണ് മുകളിലോട്ട് കയറാനുള്ളത്. നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തെത്തി. മുകളിൽ കയറണോ കയറണ്ടേ എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. എന്നാലും നോക്കാം നമുക്ക്. വഴിയൊക്കെ വളരെ മോശമാണ്. ഇങ്ങനെ കിടക്കാൻ പറ്റും. കയറി നമ്മൾ ഏകദേശം പകുതി എത്തി. പകുതിയിൽ നിന്ന് താഴോട്ട് പിടിച്ചതാ. മുള്ളു മരമാണ് ഈ മുകളിൽ കാണുന്നത്. കുനിഞ്ഞ് വേണം കയറാനുള്ളത്. ഈ പാറയെ ചവിട്ടി ഇതിൽ ചവിട്ടി ഈ വഴി ഇങ്ങനെ മുകളിലോട്ട് കയറി. ഇവിടെ എത്തി. ഈ എൻഡിലെത്തി. ഇവിടെ ഒരു കുളമാണ്. പാറയുടെ തൊട്ട നടുവിലായിട്ട് ചെറിയ കുളം. വീട്ടും കുറച്ച് മുകളിലോട്ട് കയറി. ഇതാ വഴി. ഒരു രക്ഷയില്ല. ഭയങ്കര ഗ്രിപ്പ് കിട്ടുന്നില്ല. മലയൊക്കെ അടുത്ത് കാണാം. അടിപൊളി. എൻ്റെ കൂടെ വന്ന ആൾ തളർന്നു അവിടെ നിൽക്കുക. അവിടെ നിൽക്കട്ടില്ലേ, കയറണ്ടായി. സൂര്യൻ ഉച്ചി തന്നെ അടിക്കുക. കറക്റ്റ് ഉച്ചയിലടിക്കുന്നത്. ആ മല ഇങ്ങനെ കിടക്കേ, കറങ്ങി ഇങ്ങനെ അടിപൊളിയായിട്ട് കിടക്കേ. അപ്പോൾ എന്തായാലും നമ്മൾ മുകളിൽ കയറി. എന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയ വഴി നല്ല വഴിയല്ല, വളരെ മോശം പിടിച്ച വഴിയാണ്. നോക്കിയാണ് ഇങ്ങനെ മുകളിലോട്ട് കിടക്കുന്ന. അതിൻ്റെ മുകളിലോട്ടാക്കി വളരെ മോശം പിടിച്ച വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കഴിവ് ഉള്ള പരിപാടികൾ നമുക്ക് അറിവിടാത്ത ഏരിയയില്ലേ. പിന്നെ കുളത്തിൽ വലിയ മീനടിക്കുന്നുണ്ട് കേട്ടോ. ആ മീനുണ്ട്, പോത്തുണ്ട്. പോത്തിനെയൊക്കെ വളർത്തുന്ന കുളമാണെന്ന് തോന്നുന്നു കേട്ടോ. പോത്ത് കിടപ്പുണ്ട്, പോത്ത്. അപ്പോൾ എൻ്റെ കൂടെ വന്ന ആൾ, എൻ്റെ മൂത്ത മകൻ പതുക്കെ ഇറങ്ങുകയാണ്. താഴോട്ട് ഇറങ്ങി. നോക്കി ഇറങ്ങി. ഇപ്പുറം വഴി ഇറങ്ങി. ഇതിൻ്റെ ഇതുവഴി ഇറങ്ങി. അതെ. അപ്പോൾ ഏകദേശം നമ്മൾ ഇനി താഴെ എത്താറായിട്ടാ. ഇത് കണ്ട, ഈ കയറി പോകുന്നത് ഈ മുള്ളു ചെടികളാണ് നമുക്കൊരു തണൽ കിട്ടുന്നത്. ഈ മുൾച്ചെടിക്ക് എന്നുള്ള വിഷയം എന്ന് പറയുന്നത് ഭയങ്കര മുള്ള ഇതിൻ്റെ അകത്ത്. അതാണ് ഏറ്റവും വലിയ വിഷയം. അതുവഴി അങ്ങോട്ട് ഇറങ്ങാം പതുക്കെ. അപ്പുറത്ത് നമ്മളൊന്ന് നോക്കാം. അപ്പുറത്ത് വേറൊരു വഴിയുണ്ടെന്ന് പറയുന്നു. എന്തായാലും ആ വഴികളൊന്ന് കണ്ടുവച്ചേക്കാമല്ലോ. കൊള്ളാം, അടിപൊളി സൈറ്റാണ്.
കാണേണ്ട സൈറ്റ് തന്നെ. മല ഇവിടെ മാത്രമല്ല, ബാക്കിലൊക്കെ ഉണ്ട്. അടിപൊളിയല്ലേ? അവിടെ കാണാൻ അടിപൊളിയില്ല. കണ്ടോ, നോക്കിയാണ്. നല്ല സ്റ്റൈലായിട്ടുള്ള മലയല്ലോ, അടിപൊളി. ഇപ്പം നമ്മൾ നടന്ന് ഏകദേശം ഇനി താഴെ എത്തിയിട്ടുണ്ട്. താഴെ നടന്ന് അപ്പുറത്തെ വഴിയും കൂടെ ഒന്ന് കണ്ടിരിക്കാം. ഇത് സർവേ കല്ലിട്ടുണ്ട്. സർവേ കല്ലിട്ട് കമ്പി വേലി കെട്ടി തിരിച്ചിരിക്കുക. ഓരോരുത്തരുടെ പ്രോപ്പർട്ടി ആയിരിക്കാൻ ചാൻസ് ഉണ്ട്, പറയാൻ വയ്യ. പോണ വഴിയുണ്ട്. ആ നേരത്തെ കണ്ട മല കറക്റ്റ് താഴെ എത്തി നമ്മളിപ്പോൾ. അപ്പോൾ നമ്മളിനി മുകളിലോട്ട് വന്ന് മുകളിലത്തെ കണ്ട കംപ്ലീറ്റ് കുറ്റിക്കാടാ. ഇതാ നമ്മൾ നേരത്തെ ആദ്യം കണ്ട മല അതിനടുത്തെത്തി. ഈ വഴിയാണ് നമ്മൾ കയറി വന്നത്. ഇതുവഴി കറക്റ്റ് മുകളിലായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ ടോപ്പിലെത്തി. നമ്മൾ കയറണ്ടെന്ന് വിചാരിച്ച മല നമ്മൾ കയറണ്ടെന്ന് വിചാരിച്ചത് വേറൊന്നും കൊണ്ടല്ല, നല്ല ചൂട്, പിന്നെ വഴി അത്ര തിട്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് കയറേണ്ടതെന്ന് വിചാരിച്ചത്. എന്തായാലും ടോപ്പിലെത്തി. ഫ്ലൈറ്റ് പോണു. അതിപ്പോൾ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള ദൃശ്യം നിങ്ങൾ കാണുന്നത്. ഈ മലകളെല്ലാം ഫുള്ള് കാണാം, അടിപൊളി. ബൈക്കിലാണെങ്കിൽ സുഖം. ബൈക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം വണ്ടി ഓട്ടിച്ച് കയറി വരാം. വണ്ടി ഓട്ടിച്ച് മുകളിൽ കയറാൻ പറ്റത്തില്ല, മുകളിൽ നമ്മൾ നടന്ന് കയറിയേ പറ്റത്തുള്ളൂ. ആ കാണുന്നതൊക്കെ അടിപൊളി. നോക്കി നടക്കണേ, സ്ലിപ്പാകും അവിടെ. ആ സൂര്യൻ കറക്റ്റ് മുഖത്ത് ഉച്ചി തന്നെ അടിക്കുക. ഏറ്റവും ടോപ്പിലാണ്. ഏറ്റവും ടോപ്പിൽ നിന്ന് താഴെയുള്ള കാഴ്ചകളാണ്, അടിവാര താഴെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇതാ അവിടെ കാണുന്ന ഫ്ലാറ്റുകളാണ്, സിറ്റിയാണ്, പൂനെ സിറ്റിയാണ് കാണുന്നത്. ആ ഫുള്ള് കാണുന്ന പൂനെ സിറ്റിയാണ്. അത് കഴിയുമ്പോൾ മല നടന്ന് തളർന്നു വന്ന് മകൻ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും മുകളിൽ കയറിയിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയാണ്. മുകളിൽ കയറാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല, വേറെ ഒന്നും കൊണ്ടല്ല. ഒന്നാമത്തെ കാര്യം അതികഠിനമായ ചൂട്, രണ്ടാമത്തത് വഴി ഒരു വിഷയം, പിന്നെ ഒരു പരുവത്തിന് വഴി കണ്ടുപിടിച്ചാൽ നമ്മളിപ്പോൾ ഇനി മുകളിലെത്തിയപ്പോൾ കൊള്ളാം, അടിപൊളി. പിന്നെ മുകളിൽ നടക്കാനുണ്ടെങ്കിൽ തോനെയുണ്ട്. ഏകദേശം ഇത്ര ഏക്കർ മല ഫ്ലാറ്റായിട്ട് കിടക്കുകയാണ്. ഫ്ലാറ്റല്ല, പാറയും മരങ്ങളും പുൽച്ചെടികളായിട്ട് കിടക്കുക. അപ്പം അങ്ങോട്ടൊന്നും പോകേണ്ടത് ഇതേപോലെ ഇങ്ങനെ മുകളിൽ കിടക്കുകയാണ്. ഈ ബാക്കിൽ കാണുന്നുണ്ടല്ലോ, ഇതേപോലെ ഇങ്ങനെ കിടക്കുക. അത് ബാക്കിൽ നമ്മൾ നേരത്തെ കണ്ട മല. അപ്പോൾ അതാണ് നമ്മൾ മാക്സിമം മുകളിലെത്തി. മുകളിൽ നിന്ന് താഴെ നമ്മൾ ഷൂട്ട് ചെയ്ത് നല്ല കാഴ്ചകൾ അടിപൊളി കാണാൻ. പിന്നെ വൈകിട്ടൊരു 5 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇതായിരിക്കും. 5 മണിക്ക് വന്നാൽ പിന്നെ കറണ്ട് കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. ഇവിടെ ലൈനൊന്നും ഞാൻ കാണുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒന്നും ഒരു വകുപ്പില്ലാത്ത ഏരിയ ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചിറങ്ങാം. ഈ വഴിയാണ് നമ്മൾ വന്നത്. ആ വഴി തന്നെ പതുക്കെ തിരിച്ചിറങ്ങിപ്പോവാം. ഇതുവഴി ബൈക്ക് വരുന്നുണ്ട്. കണ്ട ആ ഒരു ബൈക്ക് വരുന്നുണ്ട്. വരുന്നത് വലിയ പാട് തന്നെ. അപ്പോൾ അവർ നിത്യം ഇതുവഴി പോകണോണ്ട് അവർക്ക് കുഴപ്പമില്ല. അങ്ങനെ നമ്മളിഞ്ഞ് താഴെ എത്തി. നമ്മൾ നേരത്തെ വന്ന റോഡിലല്ല, ആ വരുന്ന നടപ്പാതെ എത്തി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ബെൽ ബട്ടൺ അമർത്തണം.
അപ്പോൾ കാഴ്ചകൾ കാണാൻ നമുക്ക് അടിപൊളി കാഴ്ചകളുമായിട്ട് മുന്നോട്ട് പോവാം.